ഈ വീഡിയോയിൽ നീ പഠിക്കാൻ പോകുന്നത് സാധാരണ സൈക്കോളജി അല്ല. ഇത് ചാണക്യൻ നിധികളിൽ ഒളിഞ്ഞിരിക്കുന്ന മനുഷ്യ മനസ്സിന്റെ രഹസ്യങ്ങളാണ്. ചാണക്യൻ പറഞ്ഞത് വളരെ വ്യക്തമാണ്. മനുഷ്യനെ ജയിക്കണമെങ്കിൽ ആദ്യം അവന്റെ മനസ്സ് മനസ്സിലാക്കണം. ഈ വീഡിയോയിൽ മറ്റുള്ളവരുടെ മനസ്സിൽ എന്താണ് നടക്കുന്നതെന്ന് അവർ തുറന്നു പറയാതെ തന്നെ എങ്ങനെ തിരിച്ചറിയാമെന്ന് നീ പഠിക്കും. ചെറിയ മുഖഭാവങ്ങൾ, ഒരു നിമിഷം മാത്രം കാണുന്ന മൈക്രോ എക്സ്പ്രഷൻസ്, അവരറിയാതെ തന്നെ പുറത്തുവരുന്ന നിശബ്ദ ബോഡി ലാംഗ്വേജ് സൂചനകൾ, ഇവയെല്ലാം വായിക്കാനുള്ള രീതിയാണ് ഇവിടെ പറയുന്നത്. ചാണക്യൻ പഠിപ്പിച്ച മനഃശാസ്ത്ര പാഠങ്ങൾ ഉപയോഗിച്ച് ആളുകളുടെ സംസാരശൈലി, നടപ്പ്, നിശബ്ദത, കണ്ണുകളുടെ ചലനം ഇവയൊക്കെ ചേർത്ത് അവരുടെ യഥാർത്ഥ ഉദ്ദേശം എങ്ങനെ മനസ്സിലാക്കാമെന്നും നീ അറിയും. ഇത് വെറും ഒബ്സർവേഷൻ അല്ല, ഇത് മൈൻഡ് റീഡിംഗ് ഹാക്സ് ആണ്. ചാണക്യൻ പഠിപ്പിച്ച ഓരോ തന്ത്രങ്ങളും നോക്കാം. തന്ത്രം 1: മൈക്രോ എക്സ്പ്രഷൻസ്. മുഖം ഒരിക്കലും കള്ളം പറയില്ല. ഒരു മനുഷ്യന് വാക്കുകൾ നിയന്ത്രിക്കാൻ കഴിയും, പക്ഷേ മുഖത്തെ 100% നിയന്ത്രിക്കാൻ ഒരിക്കലും കഴിയില്ല. ഒരാൾ കള്ളം പറയുമ്പോൾ അവന്റെ മുഖത്ത് ഒരു നിമിഷം മാത്രം വരുന്ന ചെറിയ മാറ്റങ്ങളുണ്ട്. അതിനെയാണ് മൈക്രോ എക്സ്പ്രഷൻസ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, നിനക്ക് എതിർപ്പുണ്ടായിട്ടും ഒരാൾ ശരി എന്ന് പറയുമ്പോൾ അവന്റെ കണ്ണുകൾ ഒരു നിമിഷം കടുപ്പിക്കുന്നുണ്ടെങ്കിൽ അവന്റെ മനസ്സ് അത് സ്വീകരിച്ചിട്ടില്ല. കൃത്രിമ ചിരിയിൽ ചുണ്ടുകൾ മാത്രം ചിരിക്കും, കണ്ണുകൾ ചിരിക്കില്ല. നെറ്റി ചുളിയുന്നത് ഉള്ളിലെ എതിർപ്പിന്റെ സൂചനയാണ്. ചുണ്ടുകൾ അകത്തേക്ക് കടിക്കുന്നത് അടക്കിവെച്ച ദേഷ്യത്തിന്റെയോ ഭയത്തിന്റെയോ അടയാളമാണ്. ഈ ചെറിയ മുഖഭാവങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയാൽ നീ മനുഷ്യരുടെ വാക്കുകളേക്കാൾ മുമ്പേ അവരുടെ മനസ്സ് വായിക്കാൻ തുടങ്ങും. തന്ത്രം 2: നിശബ്ദ. ബോഡി ലാംഗ്വേജ്, ശരീരം പറയുന്ന സത്യം. ഒരാൾ അധികം സംസാരിക്കാതിരുന്നാൽ അവനെ മനസ്സിലാക്കാൻ പറ്റില്ലെന്ന് കരുതരുത്. കാരണം ശരീരം ഒരിക്കലും കള്ളം പറയില്ല. കൈകൾ നെഞ്ചിന്മേൽ മടക്കി നിൽക്കുന്നത് പ്രതിരോധത്തിന്റെ അടയാളമാണ്. കാൽ പുറത്തേക്കു തിരിഞ്ഞിരിക്കുന്നത് അവിടെ നിന്ന് മാറാൻ ആഗ്രഹിക്കുന്നതിന്റെ സൂചനയാണ്. നിന്റെ ഭാഗത്തേക്ക് ശരീരം ചായ്ച്ചാൽ അവൻ താൽപ്പര്യത്തോടെ കേൾക്കുകയാണ്. ബന്ധങ്ങളിലായാലും ജോലിസ്ഥലത്തായാലും വാക്കുകൾക്കു മുമ്പേ ശരീരം വായിക്കാൻ പഠിച്ചാൽ നീ ഒരുപടി മുന്നിലായിരിക്കൂ. തന്ത്രം 3: കണ്ണുകൾ മനസ്സിലേക്കുള്ള വാതിൽ. കണ്ണുകൾ മനുഷ്യന്റെ മനസ്സിലേക്കുള്ള വാതിലാണിലാണ്. ഒരാളുടെ കണ്ണുകളിൽ ശ്രദ്ധിച്ചാൽ അവന്റെ ആത്മവിശ്വാസവും ഭയവും ഉദ്ദേശവും എല്ലാം കാണാം. കണ്ണിലേക്ക് നോക്കാതെ സംസാരിക്കുന്നത് എപ്പോഴും കള്ളമായിരിക്കണമെന്നില്ല. പലപ്പോഴും അത് അസുരക്ഷിതത്വത്തിന്റെ സൂചനയാണ്. അതേസമയം അമിതമായ ഐ കോൺടാക്റ്റ് പലപ്പോഴും മറ്റുള്ളവരെ നിയന്ത്രിക്കാനുള്ള ശ്രമമാണ്. കണ്ണുകളുടെ ചലനം മനസ്സിലെ ചിന്തകൾ എങ്ങനെ മാറുന്നു എന്ന് പറഞ്ഞുതരും. ഇത് വായിക്കാൻ പഠിച്ചാൽ സംഭാഷണത്തിൽ നീ മുൻപന്തിയിലാകും. തന്ത്രം 4: സംസാരശൈലി, മനസ്സിന്റെ ബ്ലൂ പ്രിന്റ്. ഒരു മനുഷ്യൻ എന്താണ് പറയുന്നത് എന്നതിലും എങ്ങനെ പറയുന്നു എന്നതാണ് കൂടുതൽ പ്രാധാന്യം. സംസാരശൈലി അവന്റെ മനസ്സിന്റെ രൂപരേഖയാണ്. എപ്പോഴും ഞാൻ എന്ന വാക്കുപയോഗിക്കുന്നവർക്ക് അഹങ്കാരം ശക്തമായിരിക്കും. അവർ, അവൻ എന്നൊക്കെ കുറ്റം ചുമത്തിക്കൊണ്ട് സംസാരിക്കുന്നവർ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറുന്നവരാണ്. അധികം വിശദീകരണം നൽകുന്നവർക്ക് പലപ്പോഴും ഒളിപ്പിക്കാൻ എന്തെങ്കിലുമുണ്ടാകും. വാക്കുകളുടെ ശൈലി, ആവർത്തനം, ശബ്ദത്തിന്റെ ശക്തി, ഇതെല്ലാം ചേർന്നാണ് മനസ്സു വായിക്കേണ്ടത്. തന്ത്രം 5: മാനിപ്പുലേഷൻ, മനസ്സിനെ കുടുക്കുന്ന കളികൾ. മാനിപ്പുലേഷൻ പലപ്പോഴും സ്നേഹത്തിന്റെയോ കരുതലിന്റെയോ വേഷത്തിലാണ് വരുന്നത്. അതിനാൽ അത് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ്. മാനിപ്പുലേറ്റ് ചെയ്യുന്നവർ സാധാരണയായി നിനക്ക് കുറ്റബോധമുണ്ടാക്കും. നിനക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞ് സ്വന്തം ലാഭം നേടും. തീരുമാനത്തിന്റെ ഭാരവും ഫലവും നിന്റെ മേൽ തന്നെയിടും. ഇത് തിരിച്ചറിയാൻ തുടങ്ങുമ്പോൾ നീ പല ബന്ധങ്ങളിലും അനാവശ്യ വേദനയിൽ നിന്ന് രക്ഷപ്പെടും. തന്ത്രം 6: ഭയം. മനസ്സിന്റെ ഏറ്റവും ആഴത്തിലുള്ള ചാവി. ഓരോ മനുഷ്യനും എന്തെങ്കിലുമൊന്ന് ഭയപ്പെടുന്നു. ഒരാൾക്കൊരു വിഷയം പറഞ്ഞാൽ അധികം ദേഷ്യം വരുന്നുവെങ്കിൽ അവിടെയാണ് അവന്റെ ഭയം ഒളിച്ചിരിക്കുന്നത്. ആ ഭയം പരാജയമായിരിക്കാം, അവഗണനയായിരിക്കാം, അല്ലെങ്കിൽ അംഗീകാരം നഷ്ടപ്പെടുമെന്ന പേടിയായിരിക്കാം. ഭയം മനസ്സിലാക്കിയാൽ അവന്റെ പ്രതികരണങ്ങൾ മുൻകൂട്ടി അനുമാനിക്കാൻ നിനക്ക് സാധിക്കും. തന്ത്രം 7: പ്രേഡ്, പ്രതികരണ സമയം. മനസ്സിന്റെ സത്യം ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഉടൻ വരുന്ന മറുപടി പലപ്പോഴും മുൻകൂട്ടിത്തായിരിക്കും. ചെറിയ താമസമുള്ള മറുപടി അകത്തെ സംഘർഷത്തിന്റെ സൂചനയാണ്. മനസ്സ് ചിന്തിക്കും, സത്യം പറയണമോ കള്ളമുണ്ടാക്കണമോ എന്ന്.
ആ ചെറിയ താമസം പോലും വലിയ സത്യം പറഞ്ഞുതരും. തന്ത്രം 8. നിശബ്ദമായി ജയിക്കുന്ന മനഃശാസ്ത്രം. കുറച്ച് സംസാരിക്കുന്നവൻ കുറച്ച് പിഴവുകൾ ചെയ്യും. നീ മിണ്ടാതിരുന്നാൽ മറ്റുള്ളവർ അവരറിയാതെ തന്നെ സ്വയം തുറന്നു പറയും. പ്രതികരിക്കാതെ നിരീക്ഷിക്കാൻ പഠിച്ചാൽ നീ നിയന്ത്രണത്തിലാകും. നിശബ്ദതയാണ് ഏറ്റവും ശക്തമായ ആയുധം. അവസാന വാക്കുകൾ ഈ അറിവ് മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ വേണ്ടിയല്ല, നിന്നെ സംരക്ഷിക്കാനും ശരിയായ തീരുമാനങ്ങൾ എടുക്കാനും ജീവിതത്തിൽ മുന്നോട്ടു പോകാനും വേണ്ടിയാണ്. ചാണക്യൻ പറഞ്ഞതുപോലെ മനസ്സിനെ മനസ്സിലാക്കിയവന് ലോകം എളുപ്പമാണ്. ശാന്തമായി കേട്ടതിന് നന്ദി.